ഉൽപ്പന്നങ്ങൾ നമുക്കങ്ങ് ഒരുമിച്ച് ബഹിഷ്കരിക്കാമെന്ന് പറയുന്ന സുടുക്കളുടെ ശ്രദ്ധയ്ക്ക്. അങ്ങനെ നിങ്ങൾ ചെയ്യണമെങ്കിൽ അതിനാദ്യം ചെയ്യേണ്ടത് ഇതൊക്കെയാണ്. ഒന്നിരുത്തി തന്നെ കേട്ടോളൂ കേട്ടോ. ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പ് ഉപേക്ഷിക്കണം. കാരണം ഈ വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന സാങ്കേതിക വിദ്യ കണ്ടെത്തിയതേ ഈ ഇസ്രായേലാണേ. നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ബൗദ്ധിക അവകാശ വിഹിതം അഥവാ റോയാലിറ്റി എന്ന് പറയും, അത് ഇസ്രായേലിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഓർത്താൽ നല്ലതാ. ഇനി രണ്ടാമത് മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളും ഉപേക്ഷിക്കണം. കാരണം അതിന്റെ ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന മൈക്രോ പ്രോസസ്സുകൾ എന്ന് പറയും, അതിന്റെ ഒക്കെ ഈ ഇസ്രായേലി ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അടുത്തത് നമ്മൾ എവിടെ പോയാലും ഉപയോഗിക്കുന്ന ഈ ഗൂഗിൾ മാപ്പില്ലേ, അത് വെയ്സ് എന്ന പേരിൽ ഇസ്രായേലി കമ്പനി ആരംഭിച്ച നാവിഗേറ്റർ സോഫ്റ്റ്വെയർ ആണ് പിന്നീട് ഗൂഗിൾ മാപ്പായി മാറിയിരിക്കുന്നത്. നിങ്ങൾ അത് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ലാഭവിഹിതം ഇസ്രായേലിനും കിട്ടുന്നുണ്ടെന്നേ. അടുത്തത് USB ഡ്രൈവ്, ഡേറ്റ കോപ്പി ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും ഇനി മുതൽ നിങ്ങൾ അതും ഉപയോഗിക്കേണ്ട. അതും ഈ ഇസ്രായേലിന്റെ അടുത്ത് നിന്ന് എത്തിയതാണ്. അടുത്തത് നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഫയർവാൾ അഥവാ VPN സൗകര്യങ്ങൾ ഇസ്രായേൽ കണ്ടുപിടിച്ചതാണെന്ന്. ഇനിയും ഉണ്ട്, തീർന്നിട്ടില്ല. സോളാർ ഹീറ്റിംഗ് പാനലുകൾ അത് ആരുടെയെങ്കിലും ഒക്കെ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതങ്ങ് തല്ലി പൊട്ടിച്ച് കളഞ്ഞേരെ. കാരണം നിങ്ങൾക്ക് ഇസ്രായേലി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊന്നും വേണ്ടല്ലോ. ഇനിയുമുണ്ട്. ഇന്ന് നമ്മൾ കാറുകളിൽ ഉപയോഗിക്കുന്ന മൊബൈൽ ഐ അഥവാ അഡാസ് സെൻസറുകൾ ഇസ്രായേലി ഉൽപ്പന്നമാണ്. അതുകൊണ്ട് അത് ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ കയറാതെ ഒട്ടകത്തിന്റെ പുറത്ത് മാത്രം കയറി നിങ്ങൾ യാത്ര ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തത് ATM. അത് പിന്നെ ആരും ഉപയോഗിക്കാറില്ലല്ലോ. ഇനി നിങ്ങൾ അതും ഉപയോഗിക്കരുത്. കാരണം ഈ ഓട്ടോമേറ്റഡ് കിസോസ്ക് ഇസ്രായേലിന്റെ കണ്ടുപിടുത്തമാണ്. നിങ്ങൾ ATM-ൽ നിന്ന് പണം എടുക്കുമ്പോൾ ആ ഉപകരണം ഉണ്ടാക്കിയ കമ്പനി ഇസ്രായേലിന് അവരുടെ വിഹിതം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ അതും ഉപയോഗിക്കാൻ പറ്റില്ല, നിങ്ങൾ അതും ഉപയോഗിക്കേണ്ട. ഇനിയുമുണ്ട്. വീടുകളിൽ വാട്ടർ പ്യൂരിഫയർ ഉണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ അങ്ങ് തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞേക്ക്. കാരണം ഈ റിവേഴ്സ് ഓസ്മോസിസ് എന്ന സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ഇസ്രായേലുകാരനാണ്. അതുപയോഗിച്ച് ലോകത്തിൽ ഏത് കമ്പനി ഉപകരണം നിർമ്മിച്ചാലും അതിന്റെ വിഹിതവും ഈ ഇസ്രായേലി കമ്പനിക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തീർന്നിട്ടില്ല. കോയമാര് ബേജാറാകണ്ട, ഇനിയും വരുന്നുണ്ട്. ആരെങ്കിലും ഇലക്ട്രിക് കാർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അങ്ങ് തീട്ടേരെ. കാരണം അത് ഈ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഈ സ്റ്റോർ ഡോട്ട് നാനോ ടെക്നോളജി സാങ്കേതിക വിദ്യ ഉണ്ടല്ലോ, അത് ഇസ്രായേല് വികസിപ്പിച്ചെടുത്തതാണെന്ന്. തീർന്നിട്ടില്ല. നിങ്ങളുടെ കാറിന് ഇമ്മൊബിലൈസർ അതുപോലെ സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം ഉണ്ടല്ലോ, അങ്ങ് ദൂരെ മാറി നിന്നിട്ട് കിക്ക് എന്ന് വരുന്ന സൗണ്ട് വരുന്ന സംഭവമില്ലേ, അതുണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ അങ്ങ് അഴിച്ചു മാറ്റി കളഞ്ഞേക്ക്. കാരണം ഇസ്രായേലി കമ്പനിയായ ആർഗസ് സെക്യൂരിറ്റിയുടെ ഉൽപ്പന്നമാണ് അത്. നിങ്ങൾ ഓരോ കാർ വാങ്ങുമ്പോഴും അതിന്റെ റോയാലിറ്റിയെ ഇസ്രായേലിന് കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എൻഡോസ്കോപ്പി ചെയ്യണം. ഡോക്ടർ പറഞ്ഞാൽ അത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പഴയ രീതിയിലുള്ള പൈപ്പ് കയറ്റിയാൽ മതി എന്ന് പ്രത്യേകം നിങ്ങൾ ഇനി ഹോസ്പിറ്റലിൽ ചെന്നാൽ പറയേണ്ടി വരും. കാരണം ഇന്ന് ഈ എൻഡോസ്കോപ്പി ചെയ്യാൻ ഉപയോഗിക്കുന്ന പില്ലൈ എന്നത് ഇസ്രായേലി ഉൽപ്പന്നമാണ്. അവര് അതിനും കാശ് കൊണ്ടുപോകും. ഇനി നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന അസുഖം ഉണ്ടായെങ്കിൽ ഒരു കാരണവശാലും ഇനി അതിന്റെ മരുന്ന് നിങ്ങൾ കഴിക്കുകയേ ചെയ്യരുത്. കാരണം ഈ അസുഖത്തിനുള്ള മരുന്നായ കാപ്പക്സോൺ എന്നത് ഇസ്രായേലി ഉൽപ്പന്നമാണ്. തീർന്നിട്ടില്ല. നിങ്ങൾ വിചാരിക്കും ഇപ്പത്തീരുന്ന് ഇത് തീരാൻ പോകുന്നില്ല. കേട്ടോ, നിങ്ങളുടെ ആർക്കെങ്കിലും ചെറിയ ക്യാൻസർ മുഴകൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് തലച്ചോറിൽ, അത് ഓപ്പറേഷൻ ചെയ്യാതെ കരിച്ചു കളയാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കരുത് കേട്ടോ. കാരണം അതിനുപയോഗിക്കുന്ന എക്സാബ്ലേറ്റ് എന്ന ഉപകരണവും സാങ്കേതിക വിദ്യയും ഇസ്രായേലിൻ്റെതാണ്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു അപകടത്തിൽ എന്തെങ്കിലും ഒരു മുറിവ് പറ്റി ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ എമർജൻസി ആയി ബാൻഡേജ് ഇടാൻ സമ്മതിക്കരുത്. കാരണം അതും ഇസ്രായേലിന്റെ ഒരു ഭൗതിക സ്വത്തവകാശമാണ്. നിങ്ങളൊരു ബാൻഡേജ് ഒട്ടിക്കുമ്പോൾ കാശ് അവർ കൊണ്ടുപോകുന്നുണ്ട്. ഇനി നമ്മുടെ അസുഖവുമായി ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഈ ഡോക്ടർക്ക് ക്യാൻസർ ആണോ എന്നൊരു സംശയം തോന്നി സ്നിഫോൺ എന്ന പരിശോധന നടത്താൻ പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ അതിനെ സമ്മതിക്കരുത്. കാരണം അതും ഇസ്രായേലിന്റെ കണ്ടുപിടുത്തമാണ്. ഇനി
വീട്ടില് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി സൗകര്യപ്രദമായ സസ്പെൻഷൻ ഉള്ള ഒരു സോഫ്റ്റ് വീൽ ചെയറുകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ ആ സാധനം അങ്ങ് തല്ലിപ്പൊടിച്ചു കളഞ്ഞേക്കണം. കാരണം ഇതും ഈ ഇസ്രായേലുകാരന്മാരുടെ കണ്ടുപിടുത്തം തന്നെയാണ്. ഇനി ഈ ക്യാൻസറുമായി ബന്ധപ്പെട്ട് കോശങ്ങളെ മാത്രം നശിപ്പിക്കുന്ന ഏറ്റവും നൂതനമായ ഡോക്സിൽ ചികിത്സ അത് ഒരിക്കലും ഉപയോഗിക്കരുത്. കാരണം അതും ഈ ഇസ്രായേലി പഹയന്മാരുടെ കണ്ടുപിടുത്തമാണ്. നിങ്ങൾ ചികിത്സ എടുത്താൽ അതിന്റെ ഒരു വിഹിതം ഇസ്രായേലിലെത്തും. ഇനി നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും പാർക്കിൻസൺസ് എന്ന അസുഖം ഉണ്ടായെങ്കിൽ ഒരിക്കലും അവരെ ചികിത്സിക്കാൻ നിങ്ങൾ അനുവദിക്കുകയും ചെയ്യരുത്. കാരണം ഈ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ന്യൂറോഡോം എന്നത് ഇസ്രായേലിന്റെ കണ്ടുപിടുത്തമാണ്. ചികിത്സ നടത്തിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ സാധനങ്ങൾക്കെല്ലാം കാശ് കൊണ്ടുപോകുന്ന പോലെ തന്നെ ഇതിനും ഇസ്രായേലികൾ കാശ് കൊണ്ടുപോകും. ഇനി എന്തെങ്കിലും ആവശ്യത്തിന് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർ നിങ്ങളോട് പറയാണ് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എല്ലാവരും ചെയ്യുന്നതാണ് എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ ഉപയോഗിക്കുന്നത് നാനോക്സ് എക്സ്റേ ആണോ അല്ലയോ എന്നൊന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചേരെ കേട്ടോ. കാരണം ഇന്ന് ഏറ്റവും കൃത്യമായ ഇമേജ്, അതും ഈ ഡിജിറ്റലായിട്ട് കിട്ടുന്ന തരത്തിലുള്ള ഇമേജ് ഉണ്ടല്ലോ, അത് ഈ എക്സ്റേ മെഷീനാണ് ഉപയോഗിക്കുമ്പോഴാണ് കിട്ടുന്നത്. ഇപ്പൊ മിക്ക ആശുപത്രികളിലും ഈ മെഷീനാണ് ഉപയോഗിക്കുന്നത്. താനും എൻ്റെ പൊന്നണ്ണന്മാരെ, ഇസ്രായേൽ വിൽക്കുന്ന സാധനം വേണ്ട എന്ന് പറയാൻ അവര് മൊട്ടുസൂചിയും പല്ലിട കുത്തിയും ഒന്നുമല്ല വിൽക്കുന്നത്. തൊട്ടടുത്തുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ 24 മണിക്കൂറും മതം മാത്രം തിന്ന് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നും ജൂതനെ ഇല്ലായ്മ ചെയ്യണം എന്ന് പറഞ്ഞ് വെറുപ്പും വിദ്വേഷവുമായി മദ്രസ നിരങ്ങിയപ്പോൾ അവർ ശാസ്ത്ര ഗവേഷണങ്ങൾ നടത്തി മനുഷ്യവംശത്തിനും മുഴുവൻ ഗുണകരമാകുന്ന കണ്ടുപിടുത്തങ്ങളാണ് നടത്തിയത്. അത് ഞങ്ങൾ ഇനി ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ 6-ാം നൂറ്റാണ്ടിലെ മനുഷ്യൻ നടന്നതുപോലെ ഇപ്പോ നടക്കേണ്ടി വരും. അസുഖം വന്നാൽ കഴിക്കാൻ കുറച്ച് കരിഞ്ജീരകം വാങ്ങി വെക്കുന്നത് എന്തായാലും നന്നായിരിക്കും. ഇസ്രായേലിനെ ബഹിഷ്കരിച്ചാൽ നിങ്ങൾക്ക് ആകെ ഉണ്ടാകുന്നത് കുറച്ച് കഞ്ചാവും ഒട്ടകവും അതിന്റെ മൂത്രവും ചിലപ്പോ കുറച്ച് പാലും കിട്ടുമായിരിക്കും. ഈ സുടുക്കളുടെ ഒരു കാര്യമേ.